ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ യൂണിറ്റ് 12 ആണ്. എൻവിയോൺമെൻറ്റൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന യൂണിറ്റാണ്. എൻവിയോൺമെൻറ്റൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള നിയമങ്ങളാണ് എൻവിയോൺമെൻറ്റൽ ലെജിസ്ലേഷനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില നിയമങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ നാഷണൽ ലെജിസ്ലേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നാഷണൽ ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണ്, എന്താണ് നാഷണൽ ലെജിസ്ലേഷൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. At a national level, a serious effort has been made for the improvement and protection of environment by an amendment to the Constitution of India. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അല്ലേ, നമ്മുടെ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. നമ്മളെ ഇന്ത്യ ഭരണഘടന അനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് സംരക്ഷിക്കുക, പരിസ്ഥിതിയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭേദഗതികൾ നടന്നിട്ടുണ്ട്, അമെൻമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി ഡിഡ് നോട്ട് കണ്ടെയ്ൻ എനി ഡയറക്റ്റ് പ്രൊവിഷൻ റിഗാർഡിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ എൻവിയോൺമെൻറ്റ്. അപ്പം നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിരുന്നില്ല, നേരിട്ടുള്ള പ്രൊവിഷൻസോ അല്ലെങ്കിൽ നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളോ കൂടുതലൊന്നും നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിട്ടില്ലായിരുന്നു. മുൻപ് നമ്മളെ ഭരണഘടനയിൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ട് ഉണ്ടായിരുന്നില്ല. However, after the United Nations Conference on Human Environment at Stockholm, the Constitution of India was amended to include protection of the environment as a constitutional mandate. പിന്നീട് നമ്മുടെ എൻവിയോൺമെൻറ്റുമായിട്ടുള്ള ഈ ഒരു യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസിന് ശേഷമാണ് നമ്മുടെ ഭരണഘടനയുടെ അമെൻമെൻറ്റ് നടത്തിയത്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി. ഭരണഘടനയിൽ ഭേദഗതി നടത്തി നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ ഭാഗം കേട്ടോ, ഈ ഭാഗം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഈ ഭാഗം നമ്മളോട് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. അതായത് അവിടെ പറയുന്നുണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻമെൻറ്റ്, ഭരണഘടനയുടെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 ഹാസ് മെയ്ഡ് ഇറ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവിയോൺമെൻറ്റ് ബൈ ക്ലോസ് G to ആർട്ടിക്കിൾ 51A. ഇതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഭരണഘടനയുടെ 51A എന്താ പറയുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും ഫോളോ ചെയ്യേണ്ട മൗലിക കടമകളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ മൗലിക കടമയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, സംരക്ഷിക്കേണ്ട ഒരു നിയമം എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഭരണഘടനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ 1976 നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ഭരണഘടനയിൽ നടന്നു. അത് ആർട്ടിക്കിൾ 51A എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 51A എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അപ്പോൾ ഇത് നോട്ട് ചെയ്യുക, താഴെ വരുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 51A നമ്മൾ പറയുന്നത്, ഇറ്റ് ഷാൽ ബി ഡ്യൂട്ടി ഓഫ് എവ്രി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവിയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ഹാവ് എ കമ്പാഷൻ ഓഫ് ലിവിങ് ക്രിയേച്ചേഴ്സ്. നമ്മുടെ ആർട്ടിക്കിൾ 51A പ്രകാരം പറയുന്നത്, നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രൂപത്തിൽ, ഇന്ത്യൻ പൗരൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ തടാകങ്ങളെ, ഫോറസ്റ്റിനെ, ഇങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞിട്ട് താഴെ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോഴൊക്കെ
ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ദേശീയമായിട്ടുള്ള ഈ ഒരു ലെജിസ്ലേഷൻസിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ ഒരു ഭാഗം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ 51A കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, 51A കുറിച്ചൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളവിടെ പറയുന്നത്. ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയ ഇവിടെയാണ്. അതായത് existing Indian environmental legislations can be grouped in following 4 categories. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ലെജിസ്ലേഷൻസായി നിയമങ്ങളായിട്ട് നമ്മൾ 4 ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ 4 കാറ്റഗറി ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻസിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് 4 കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത്? 1 വാട്ടർ ആക്ട്സ്, 2 എയർ ആക്ട്സ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഫയർ ആക്ട്സ് ആൻഡ് ജനറൽ ആക്ട്. ഇതാണ് നമ്മളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. വാട്ടർ ആക്ട്, എയർ ആക്ട്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഫയർ ആക്ട്, ജനറൽ ആക്ട്സ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ ആക്ടിനെ കുറിച്ചാണ്. അപ്പോൾ വെള്ളത്തിനെ കുറിച്ച് എന്ത് നിയമമാണ് വന്നിട്ടുള്ളത്? To provide legislative support for prevention of water pollution, Parliament passed the Water Protection and Control Pollution Act 1974. 1974 ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ആക്ട് വന്നിട്ടുള്ളത്? നമ്മുടെ വാട്ടർ പൊല്യൂഷൻസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മുടെ ഈ ഒരു വെള്ളത്തിലുള്ള ഈ മലിനീകരണമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ഈസ് ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ. നമ്മുടെ വാട്ടർ പൊല്യൂഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. സം ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് വാട്ടർ ആക്ട് 1974 അമെൻമെൻറ്റ് 1988 ആർ ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ 1974 എന്ത് ചെയ്തു? ഇത് വീണ്ടും ഭേദഗതി നടത്തി. ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞു മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് 1988 വീണ്ടും ഇതെന്ത് ചെയ്തു? ഭേദഗതിയോടുകൂടി വന്നു. അപ്പോൾ അതിന് താഴെ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 ആൻഡ് അമെൻമെൻറ്റ് 1988. അപ്പോൾ 1974 വന്നിട്ടുള്ള ഒരു വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് എന്നുള്ളത് 1988 ഭേദഗതി നടത്തി. നമ്മൾ ഭേദഗതി നടത്തിയിട്ട് അതിൽ ചില മാറ്റങ്ങളോടുകൂടി അത് 1988 കൂടി നിലവിൽ വന്നു. അപ്പോൾ ഈ ഭേദഗതിയോടുകൂടി വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? നമ്മൾ ഒരുപാട് എന്താ പറയുക പൊല്യൂഷൻസിനെ കുറിച്ചും, അതായത് നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്ന ഫാക്ടറീസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന പൊല്യൂഷൻസ് ഒക്കെ ഉണ്ട് വെള്ളത്തിൽ, അല്ലേ? അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിനെതിരെ കർശന നടപടിയെടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ പൊല്യൂഷൻസുമായി അതിനെയൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്തരം ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ആക്റ്റുകളൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ നിന്നും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ട് വെള്ളത്തിലേക്ക്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ഈ ഒരു അഴുക്ക് ചാലുകൾ, ഇങ്ങനെ ഇൻഡസ്ട്രിയലായിട്ട് വ്യാവസായിക മേഖലയിലുള്ള പൊല്യൂഷൻസ്, ഇതിനെയൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ വാട്ടർ ആക്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഈ വാട്ടർ ആക്റ്റിലൊക്കെ നിങ്ങൾ ഇയേഴ്സുകൾ മനസ്സിലാക്കുക, അത്രയും മതി. അമെൻമെൻറ്റ് നടത്തിയിട്ടുള്ള വർഷങ്ങളും പഠിക്കുക, നിലവിൽ വന്നിട്ടുള്ള വർഷങ്ങളും പഠിക്കുക. ഇനി നമ്മൾ ഇതിൽ നെക്സ്റ്റ് നമ്മൾ വീണ്ടും പറയുന്നുണ്ട് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ സെസ് ആക്ട്. നമ്മളിതിൽ വേറൊരു നിയമം കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. ഏതാ പറയുന്നത്? ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ സെസ് ആക്ട് എന്നുള്ളത് 1977 സെസ് ആക്ട് വന്നിട്ടുള്ളത്. എന്താ സെസ് ആക്ട്? ദ ആക്ട് ക്രിയേറ്റ്സ് ഇക്കണോമിക് ഇൻസെൻറ്റീവ്സ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് റിക്വയേഴ്സ് ലോക്കൽ അതോറിറ്റി ആൻഡ് സെർട്ടൈൻ ഡെസിഗ്നേറ്റഡ് ഇൻഡസ്ട്രി ടു പേ എ സെസ്. അതായത് ഇതിനുള്ള ഒരു ടാക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ വന്നിട്ടുള്ളത് ഫോർ വാട്ടർ കൺസംഷൻസ്. അതായത് എന്താ പറയുക, ദീസ് റവന്യൂ ആർ യൂസ്ഡ് ഇംപ്ലിമെൻറ്റ് ദ വാട്ടർ ആക്ട്. അപ്പോൾ വാട്ടർ ആക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമം തന്നെയാണ് ഇത് നമ്മുടെ ദ വാട്ടർ സെസ് ആക്ട് എന്ന് നമ്മൾ പറയുന്നത്. 1977 വന്നിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ആക്ട് ഏതാ പറയുന്നത്? എയർ ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വാട്ടർ ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് ഏതാണ്, അല്ലേ? നമ്മുടെ അന്തരീക്ഷവുമായി എയറുമായി ബന്ധപ്പെട്ട നിയമമാണ് നമ്മൾ പറയുന്നത്. ടു പ്രൊവൈഡ് legislative support for prevention and control air pollution, the Government of India enacted a central legislation called the Air Prevention Control Pollution Act 1981, referred to Act Air Act.
അപ്പോൾ നമ്മുടെ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമമാണ് എയർ ആക്ട് എന്നുള്ളത്. 1981 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻഷൻ, കൺട്രോൾ, റിഡക്ഷൻ ഓഫ് എയർ പൊല്യൂഷൻ. അപ്പോൾ എയർ പൊല്യൂഷനെ റിഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ആക്ട് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തിലും എന്ത് ചെയ്തു? ഭേദഗതി വന്നിട്ടുണ്ട്. ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 ആൻഡ് അമെൻമെൻറ്റ് 1987. 1981 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ദ എയർ ആക്ട് ഓഫ് 1981 അമെൻമെൻറ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നെയുള്ള ഡേറ്റ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. നിലവിൽ വന്നിട്ടുള്ള ആക്റ്റാണ്, ആ ഒരു ഡേറ്റാണ് അല്ലെങ്കിൽ ആ ഒരു ഇയറാണ് 1981. അതിൽ ഭേദഗതി നടത്തിയിട്ടുള്ള ഇയറാണ് 1987. അപ്പോൾ ഈ ഒരു എയർ ആക്ട് വന്നിട്ടുള്ളത് 1981. ഇതിൽ ഭേദഗതി നടത്തിയിട്ടുള്ളത് 1987. 87 ഇത് പുതിയ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നു. അപ്പോൾ ആ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നപ്പോഴെന്താണ്? ഒരുപാട് എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വന്നു. അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ ബോർഡുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിൽ വന്നു. അങ്ങനെ കുറേ കുറേ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻസ് അല്ലെങ്കിൽ എയർ പൊല്യൂഷൻസ് ഒഴിവാക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തിട്ടാണ് 1987 നമ്മളിത് ഭേദഗതി നടത്തി വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മൂന്നാമത് നമ്മൾ പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്റ്റ് ആണ്. നമ്മുടെ വനങ്ങളും വന്യജീവികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫ്യൂ കൺട്രീസ് വിച്ച് ഹാഡ് ഫോറസ്റ്റ് പോളിസി സിൻസ് 1894. To protect forest and wildlife following legislations have been enacted. നമ്മളെ ഇന്ത്യയെപ്പോലെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ 1894 മുതൽ ഈ ഒരു ഫോറസ്റ്റ് പോളിസികൾ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ ഇന്ത്യയെപ്പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇത്തരം നിയമങ്ങൾ വരുന്നുള്ളൂ. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, അമെൻമെൻറ്റ് 1982. നമ്മളെ വന്യജീവികളെ സംരക്ഷിക്കണം എന്നുള്ള നിയമം വന്നിട്ടുള്ളത് 1972. അതിൽ ഭേദഗതി നടന്നിട്ടുള്ളത് 1982. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന എന്താണ്? നമ്മുടെ വന്യജീവികളെ സംരക്ഷിക്കണം. അതേപോലെ ഹണ്ടിങ് ആൻഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ വന്യജീവികളെ നമ്മൾ വേട്ടയാടുന്നതോ ഇതൊന്നും പാടില്ല. അതൊക്കെ കർശനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്സുകൾ, സാങ്ച്വറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. നമ്മൾ ഈ ഒരു നിയമം തെറ്റിക്കുകയാണെങ്കിൽ പെനാൽറ്റീസ് ഫോർ വൈബ്രേറ്റിംഗ് ദ ആക്ട് അല്ലേ, അതിനൊരുപാട് പെനാൽറ്റീസ് വരും, ഒരുപാട് ശിക്ഷയൊക്കെ നമുക്ക് കിട്ടുന്ന രൂപത്തിലാണ്. ഹണ്ടിങ് പാടില്ല, നമ്മൾ മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മളവിടെ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഏതാണ്? ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 1980 നിലവിൽ വന്നിട്ടുള്ള വനത്തെ സംരക്ഷിക്കേണ്ട നിയമമാണ്. അപ്പോൾ വനം സംരക്ഷിക്കുക എന്നുള്ള നിയമം 1980 വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? ആക്ച്വലി നമ്മുടെ വനത്തെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം അല്ലേ. നമ്മളെ ഫോറസ്റ്റിനെ നമുക്കെന്താണ്? പല രീതിയിലുള്ള ഫോറസ്റ്റുകളുണ്ട്. ആ ഫോറസ്റ്റുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ഈ വനങ്ങൾ എന്താണ്? ഈ ഫസ്റ്റ് ഫോറസ്റ്റ് ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത് 1927 എന്ത് ചെയ്തിട്ടുള്ളത്? ഈ വനവുമായിട്ടുള്ള ഒരു ആക്ട് എനാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1927 ഈ ഒരു ആക്റ്റിൽ വിത്ത് 4 കാറ്റഗറീസ് ഓഫ് ഫോറസ്റ്റ്, 4 രീതിയിലാണ് നമ്മുടെ ഈ ഒരു വനങ്ങളെ പറഞ്ഞിട്ടുള്ളത്. റിസർവ്ഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, പ്രൈവറ്റ് ഫോറസ്റ്റ്. ഇങ്ങനെയാണ് വനങ്ങളെ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1980 ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ഫോറസ്റ്റ് ആക്ട് വാസ് എനാക്റ്റഡ് എന്ന് ചോദിച്ചാൽ 1927. ചിലപ്പോൾ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 1980 തരാം. അപ്പോൾ ഫസ്റ്റ് ഫോറസ്റ്റ് ആക്ട് വാസ് എനാക്റ്റഡ് എന്ന് ചോദിച്ചാൽ 1927. ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് ചോദിച്ചാൽ 1980 നമ്മൾ പറയുന്നത്.
ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ബയോഡൈവേഴ്സിറ്റി ആക്ട് 2000. നമ്മളെ ഈ ഒരു ജൈവ വൈവിധ്യങ്ങളെ, നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിലുള്ള നമ്മളെ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി വന്നിട്ടുള്ള നിയമമാണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് 2000. 2000-ലാണ് ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. India is one of the 12 mega biodiversity countries of the world, became partly to the International Convention of Biological Diversity in 1994. ഇപ്പോൾ നമ്മുടെ വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഏറ്റവും നമ്മൾ എന്താ പറയുക 12ാമത്തെ അല്ലെങ്കിൽ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളും ഒരുപാട് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്താണ്, ഒരു മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ എന്താണ്, ബയോഡൈവേഴ്സിറ്റികൾ, നമ്മുടെ ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിലുള്ള ജൈവ വൈവിധ്യങ്ങളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആക്ട് 2000 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ പറയുന്നത് 4th കാറ്റഗറിയാണ്. നമ്മളവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ജനറൽ ആക്ട്. ഇപ്പോൾ നമ്മൾ ഓരോന്നിനെയും, ഇപ്പോൾ നമ്മുടെ എയർ ആക്ട്, വാട്ടർ ആക്ട്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ഒരു ജനറൽ ആയിട്ട് നമുക്കൊരു നിയമമുണ്ട്, ജനറൽ ആക്ട്. എന്താണ് ആ ജനറൽ ആക്ട്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേഷൻ ഇൻ ദിസ് കാറ്റഗറി ഈസ് ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986-ലാണ് നമ്മൾ പരിസ്ഥിതിയുമായി സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം വന്നിട്ടുള്ളത്. ത്രൂ ദിസ് ആക്ട് സെൻട്രൽ ഗവൺമെൻറ് gets full power of the purpose of protecting, improving quality of environment and preventing, controlling, abating pollutions. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളതിൻ്റെ പവർ ആർക്കാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അല്ലേ, 1986-ലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ആക്റ്റാണ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്റ്റാണ് ഇതിനെ അറിയപ്പെടുന്നത്. 1986-ലാണ് വന്നിട്ടുള്ളത്. ഇൻ ദ വെയ്ക്ക് ഓഫ് ദ ഭോപ്പാൽ ട്രാജഡി, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. The act is an umbrella legislation designed to provide framework of central government coordination of the activity of various central and state authority established under previous acts. അതായത് ഈ നിയമം വന്നിട്ടുള്ളത് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം നടന്നല്ലോ, അതിനുശേഷം വന്നിട്ടുള്ള ഒരു ജനറലായിട്ടുള്ള ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഒരു നിയമമാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൽ പറയുന്ന മറ്റൊരു ആക്റ്റാണ് നമ്മുടെ നാഷണൽ എൻവയോൺമെൻറ്റ് ട്രിബ്യൂണൽ ആക്ട്. നാഷണൽ എൻവയോൺമെൻറ്റൽ ട്രിബ്യൂണൽ ആക്ട് 1995-ലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയത് റിയോ ഡി ജനീറോ കോൺഫറൻസിന് ശേഷമാണ്. 1995 ഈ ഒരു നിയമം പാസ്സാക്കിയത്. അപ്പോൾ ഈ ഒരു നിയമം അനുസരിച്ച് എന്താണ്, നമുക്ക് എന്തെങ്കിലും ട്രിബ്യൂണൽ ആക്ട് പ്രകാരം ദിസ് ഹാസ് ബീൻ ക്രിയേറ്റഡ് അവാർഡ് കോമ്പൻസേഷൻ ഓഫ് ഡാമേജസ് ടു പേഴ്സൺസ്. ഇപ്പോൾ ഏതെങ്കിലും പേഴ്സൺസിന് എന്തെങ്കിലും ഒരു ഇതിൽ ഡാമേജസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻസ് ഒക്കെ, പാരിതോഷികം നൽകുക, പ്രോപ്പർട്ടി, എന്തെങ്കിലും പ്രോപ്പർട്ടിയിലോ, ആൻഡ് ദ എൻവയോൺമെൻറ്റ് അറൈസിങ് ഫ്രം എനി ആക്ടിവിറ്റി, അതായത് എൻവയോൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇതിലൊന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഹസാഡസ് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പാരിതോഷികം നൽകുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ അവാർഡ് കോമ്പൻസേഷനാണ് നമ്മൾ ഇതിൽ പറയുന്നത് ദേശീയ അല്ലെങ്കിൽ നാഷണൽ എൻവയോൺമെൻറ്റ് ട്രിബ്യൂണൽ ആക്റ്റിൽ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മളെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് NGT ആക്ട് അത് വന്നിട്ടുള്ളത് 2010-ലാണ് വന്നിട്ടുള്ളത്. ഇതും ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, മൾട്ടി ഡിസിപ്ലിനറി ഇഷ്യൂസ് ഇൻ സച്ച് കേസസ് ആസ് വെൽ ആസ് ദ വ്യൂ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ദ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് സെറ്റിംഗ് എൻവയോൺമെൻറ്റൽ കോർട്ട് ഹാവിംഗ് ബോത്ത് ഒറിജിനൽ ആൻഡ് അപ്പീലൻറ്റ് ജൂറിഡിക്ഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന എന്താണ്, നമ്മുടെ ഈ ഒരു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ടിൽ എന്താണ്, നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റുമായി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, കൺസേർവ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയ അല്ലെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. നാഷണൽ എൻവയോൺമെൻറ്റൽ ട്രിബ്യൂണൽ ആക്റ്റാണ് നമ്മളിവിടെ 2010 നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ 1995-ലാണ് നാഷണൽ എൻവയോൺമെൻറ്റൽ ട്രിബ്യൂണൽ ആക്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് വന്നിട്ടുള്ളത് 2010-ലാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മെയിനായിട്ട് വരുന്ന ഈ ഒരു എന്താ പറയുക നിയമങ്ങൾ. അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള വനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആക്റ്റുകൾ. അപ്പോൾ നമ്മൾ വാട്ടർ ആക്ട് പഠിച്ചു, എയർ ആക്ട് പഠിച്ചു, അതേപോലെ തന്നെ നമ്മളിവിടെ ജനറൽ ആക്ട്സുകൾ പഠിച്ചു, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്റ്റുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഏരിയകളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്.